അമേരിക്കയുടെ സ്വന്തമെന്ന് അവർ എപ്പോഴും അഭിമാനിക്കുന്ന B2 അതുപോലെ തന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തുടങ്ങിയവയൊക്കെ തന്നെ ഇസ്രായേലിന് കൊടുക്കാൻ പോകുന്ന ഒരു വാർത്ത, അത് സത്യമാകുമോ? സത്യമാണ്. കാരണം അമേരിക്കൻ കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ചർച്ച നടന്നു. കാരണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക പോയി ഇടപെടേണ്ട കാര്യമില്ലായിരുന്നു എന്നൊരു അവരഭിപ്രായം കോൺഗ്രസ്സിൽ ഉയർന്നു വന്നു. കാരണം എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇടപെടേണ്ടതെന്ന് പറഞ്ഞാൽ, ഫോർദോയിൽ മലകൾക്കുള്ളിൽ മല തുറന്നുണ്ടാക്കിയിരിക്കുന്ന ആണവ റിയാക്ടർ തകർക്കാനുള്ള കപ്പാസിറ്റി ഇസ്രായേലിനില്ല. അതുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അതുകൊണ്ട് അമേരിക്ക B2 സ്പിരിറ്റ് ബോംബർ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉപയോഗിച്ച് GBU-57 എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മാരകമായ ഏറ്റവും ഭാരം കൂടിയ ബോംബ് ഉപയോഗിച്ച് ഫോർദോയിലെ ആണവ കേന്ദ്രം തകർത്തു. ഇസ്രായേലിനെ കൊണ്ട് പറ്റാതെ വന്നപ്പോഴാണ്. അപ്പോൾ അത് പക്ഷേ അതിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് അൽ ഉബൈദ് എയർബേസ്, ഖത്തറിലെ എയർബേസിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഒരു സോവറിനിറ്റിക്ക്, പരമാധികാരത്തിന് നേരെയുള്ളൊരു പ്രഹരമായിട്ടാണ് കോൺഗ്രസിലെ അംഗങ്ങൾ വിലയിരുത്തിയത്. കാരണം നമ്മുടെ എയർബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെയാണ്. അവിടേക്ക് മിസൈൽ ആക്രമണം നടത്തി. ട്രംപ് തന്നെ പറഞ്ഞത് 14 മിസൈലുകൾ അയച്ചു, അതിൽ 13 ഞങ്ങൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു, തകർത്തു. ഒരെണ്ണം പിന്നെ വീണോട്ടെ എന്ന് വെച്ചു. കാരണം അത് എങ്ങാണ്ടേക്ക് പോയ മിസൈലാണ്, അത് പിന്നെ തകർത്തിട്ട് നമ്മുടെ മിസൈൽ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് പോയി വീഴാൻ സമ്മതിച്ചു. എന്നാൽ പോലും അത് അമേരിക്കയുടെ മുഖത്തേറ്റൊരടിയാണ്. നമ്മളതിന് തിരിച്ചടി കൊടുത്തില്ല. ട്രംപ് ഉടൻ തന്നെ സീസ് ഫയർ, വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അമേരിക്കയ്ക്ക് നേരിട്ട് ഇറാൻ്റെ ഒരു ആക്രമണം ഉണ്ടാവാൻ കാരണം നമ്മൾ പോയി ഫോർദോയിൽ ബോംബിട്ടതാണ്. നമ്മളും ഇറാനും തമ്മിലുള്ള ഒരു ടെൻഷനല്ല, ഒരു ക്ലാഷ് അല്ല ഉണ്ടായിരുന്നത്, ഇസ്രയേലും ഇറാനും തമ്മിലായിരുന്നു. അപ്പോൾ ട്രംപ് തന്നെ പറയുന്ന ലോകത്തെവിടെയുള്ള യുദ്ധത്തിൽ നിന്നും പോയി കാശ് മുടക്കാൻ നേരമില്ല, നമ്മളതിനകത്ത് ഇടപെടേണ്ട, അതുകൊണ്ട് തീരും, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വേറെ ഒരുപാട് കാര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിമാനങ്ങൾ കിലോമീറ്ററുകൾ 37 മണിക്കൂർ പറന്നിട്ടാണ് ഈ ബോംബറുകൾ പോയത്? ഓർക്കുന്നില്ലേ? അത് പോയിട്ട് എത്ര കോടി രൂപ നമുക്ക് ചിലവായി. അത് മാത്രമല്ല, നമുക്ക് നേരെ ഒരാക്രമണം നടത്താൻ ഇറാൻ ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അത്തരം ഒരു സെറ്റ് ബാക്ക് നമ്മൾ വരുത്തി വെക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇസ്രായേലിനെ നമ്മൾ സഹായിക്കാൻ ബാധ്യസ്ഥരാണ് അമേരിക്ക. അതുകൊണ്ട് ഈ സ്പിരിറ്റ് വിമാനങ്ങളും B2 വിമാനങ്ങളും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളും ഇസ്രായേലിന് കൊടുത്താൽ എന്താണ്, അവർ ഇറാനെ നേരിടുമല്ലോ എന്നാണ് കോൺഗ്രസിൽ പൊതുവിൽ ഉയർന്ന അഭിപ്രായം. അപ്പോൾ ഇത് പൊതുവിൽ കോൺഗ്രസിൻ്റെ വികാരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ വികാരങ്ങൾ മാനിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. ഏതായാലും അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, ഇത് പറയപ്പെടുന്നത് ഈ B2 വിമാനങ്ങൾ, F-22 റാപ്റ്റർ തുടങ്ങിയ വിമാനങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക കൊടുക്കാറില്ല. കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ അനുമതി വേണം. അപ്പോൾ ട്രംപ് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു, B2 ബോംബറുകൾ, GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് കോൺഗ്രസിൻ്റെ ഒരു നോഡ് വേണം. അതിനുവേണ്ടി ഇത് അങ്ങനൊരു പ്രമേയമായി അവതരിപ്പിക്കാതെ പൊതുവിൽ കോൺഗ്രസിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരിക. ചർച്ചയിൽ ഭൂരിപക്ഷം പേരും അതാണ് നല്ലതെന്നൊരു അഭിപ്രായം പറയുമ്പോൾ ട്രംപിന് ഇസ്രായേലിന് ഇത് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി ട്രംപിൻ്റെ സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്ത, തുടങ്ങി വെച്ച ഒരു ചർച്ചയാണ് ഈ കോൺഗ്രസിൽ നടന്നതെന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ പറയുന്ന പോലെ ഈ റാഫ ആക്രമണം നടക്കുന്ന സമയമുണ്ടല്ലോ, ഇവിടെ നമ്മുടെ കേരളത്തിൽ പോലും ആളുകൾ വന്നിട്ട് ഓൾ ഐസ് ടു റാഫ എന്നൊക്കെ പറഞ്ഞ്, ഓൾ ഐസ് ഓൺ റാഫ എന്നൊക്കെ പറഞ്ഞ് വലിയ കാമ്പയിൻ നമ്മുടെ പൃഥ്വിരാജ്, സുകുമാരൻ, ഫഹദ് ഫാസിൽ അല്ലേ? അതെ, സിനിമാ താരങ്ങളടക്കം. ഫഹദ് ഫാസിൽ ഉണ്ടായിരുന്നോ? ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള റാഫയ്ക്ക് വേണ്ടി ഇവിടെ നിലവിളിച്ചിരുന്നു. പഹൽഗാമിന് വേണ്ടി കരയാൻ ഇവരെ ആരും കണ്ടില്ല. റാഫയ്ക്ക് ദുൽഖറിൻ്റെ ഒന്നും പേര് പോലും ഇപ്പോൾ ഉണ്ടോ? പഹൽഗാമിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി എന്ന് പോലും ഈ മഹാനൊന്നും പറഞ്ഞ് കണ്ടിട്ടില്ല. മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് മഹാനായ ദേശസ്നേഹിയാവണമെന്നൊന്നുമില്ല. കാരണം ഒരു ദേശാഭിമാനിയാണെങ്കിൽ, ദേശത്തോട് കൂറുണ്ടെങ്കിൽ, റാഫയ്ക്ക് വേണ്ടി നിലവിളിച്ച ദുൽഖർ സൽമാന് പഹൽഗാമിൽ മതം ചോദിച്ച് കൊല്ലപ്പെട്ട, ഹിന്ദുവാണെന്ന് ഉറപ്പാക്കിയിട്ട് കൊന്നുകളഞ്ഞ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും ദുൽഖറിന് കഴിഞ്ഞില്ല എന്നുള്ളത് എത്ര സങ്കടകരമാണ്. അതാണ് നമ്മൾ ആലോചിക്കണം കൂടെ. ഏതായാലും വിടും, നമ്മുടെ വിഷയം അതില്ല. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഇതെല്ലാം ഇസ്രായേലിന് കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റഫ ആക്രമണ സമയത്ത് ബൈഡൻ കൊടുത്തില്ല. അപ്പോൾ അവിടെ ബങ്കർ ബസ്റ്ററും ഇത്രയും ഫോർദോയിൽ മലയ്ക്കുള്ളിലുള്ള ആണവ കേന്ദ്രം തകർക്കാനുള്ളതുപോലെയുള്ള ബങ്കർ ബസ്റ്ററൊന്നും വേണ്ടായിരുന്നു. കുറച്ചുകൂടെ പെനിട്രേറ്റ് ചെയ്യുന്ന മതിയായിരുന്നു. അത് നമ്മൾ ഇന്ത്യയാണ് കൊടുത്തത്. ഇന്ത്യയാണ് ആ സമയത്ത് സഹായിച്ചതെന്ന്
ഈ ഡൽഹിയിലെ ഇസ്രായേൽ അംബാസഡർ പറയുകയുണ്ടായി. ഇതാണിപ്പം ഈ ഒരു പുതിയ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കയുടെ കയ്യിലാകെ അമേരിക്ക ആകെ 21 B-2 സ്റ്റെൽത്ത് വിമാനങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. 2 എണ്ണം തകർന്നുപോയി. ഒരെണ്ണം ഈ ഹവായി എയർപോർട്ടിൽ വെച്ച് പറന്നുയരാൻ പറ്റാതെ വന്ന് നന്നാക്കാൻ ശ്രമിച്ചപ്പോൾ നന്നാക്കാൻ വേണ്ടി മാത്രം $10 ബില്യൺ കൂടുതലാവുന്ന കണ്ടപ്പോഴത്തേക്ക് അമേരിക്ക തീരുമാനിച്ചു ഇത് കത്തിച്ച് കളയാൻ തീരുമാനിച്ചു. നമ്മൾ മുമ്പൊരു വീഡിയോ പറഞ്ഞത് അങ്ങനെ കത്തിച്ചു കളഞ്ഞു. ഇപ്പോൾ 19 എണ്ണമാണ് ഉള്ളത്. അതിലൊരു 4 എണ്ണം കൊണ്ടുപോയി ഇസ്രയേലിൽ പാർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രയേലിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുകയല്ല, ഇസ്രയേലിലേക്ക് B-2 സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഒരു 4 എണ്ണം കൊണ്ട് സ്ഥാപിക്കുക, അവിടുത്തെ എയർപോർട്ടിൽ സൂക്ഷിക്കുക. അപ്പോൾ ആവശ്യം വരുമ്പോഴത്തേക്ക് ഇസ്രയേലിന് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അമേരിക്ക പൂർണ്ണമായും ഇസ്രയേലിന് വിട്ടുകൊടുത്തുമില്ല. അവരുടെ താവളത്തിൽ ഒരു താവളം പോലെ അവിടെ നിൽക്കും. ഇപ്പോൾ താടൊക്കെ ഉണ്ടല്ലോ, താടും ഈ വ്യോമ പ്രതിരോധ സന്നാഹമായ താട് അമേരിക്ക ഇസ്രയേൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ അമേരിക്കൻ ഭടന്മാരുണ്ട് എന്ന് പറയുന്നത് പോലെ B-2 സ്റ്റെൽത്ത് ഇസ്രയേലിൽ സ്റ്റേഷൻ ചെയ്യുക, ഇസ്രയേലിനെ സഹായിക്കാൻ വേണ്ടി അതിൻ്റെ പൈലറ്റുമാരും അവിടെ ഉണ്ടാവുക എന്ന് തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ തന്നെ ഇസ്രയേലിൽ അമേരിക്കൻ സാന്നിധ്യമൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ അങ്ങനെ തീരുമാനം വന്നിട്ടുണ്ട്. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇസ്രയേലിന് സ്വതന്ത്രമായി ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇസ്രയേലിൻ്റെ പല്ലിനും നഖത്തിനും കൂടുതൽ മൂർച്ച കൊടുക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് ഇറാനിലെ വിശേഷങ്ങൾ കൂടി പറയാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇറാനിൽ ഉണ്ടാവുന്നത് വലിയ ആശങ്കയും ഭയപ്പാടുമാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്ന ഖമനയി ഇന്നലെ വന്നു, തിരിച്ചു വന്നിട്ട് വീണ്ടും പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്ന പോലെ ഇറാൻ്റെ അവകാശവാദമെങ്കിലും അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിരുന്നു. അഫ്ഗാൻ അതിർത്തിയിലേക്ക് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ പോവുകയാണ്. അത് കോൺവോയ് ആയിട്ട് 100 കണക്കിന് ടൂറിസ്റ്റ് ബസ്സുകൾ അഫ്ഗാൻ അതിർത്തിയിലേക്ക് പോകുന്നു. ആ ബസ്സുകളിൽ മുഴുവൻ അഫ്ഗാനിസ്ഥാൻ പൗരന്മാരെ, ഇറാനിലുള്ള അഫ്ഗാനിസ്ഥാൻ പൗരന്മാരെ മുഴുവൻ കയറ്റി അവരെ അതിർത്തി കൊണ്ടുവന്നിട്ട് നാട് വിട്ടോ എന്ന് പറയുകയാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ പൗരന്മാർ വലിയ തോതിൽ ഇറാനിൽ മൊസാദിനു വേണ്ടി ചാരവൃത്തി ചെയ്യുന്നു എന്നുള്ള ആക്ഷേപമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇവരുടെ ആദ്യ ദിവസം തന്നെ ഇവരുടെ സൈന്യ മേധാവി ഉൾപ്പെടെ പ്രധാനപ്പെട്ടവരെല്ലാം, ഖമനയുടെ ഉപദേശകൻ ഉൾപ്പെടെ എല്ലാവരും തട്ടിപ്പോയി. ഇതിൻ്റെ കൃത്യമായ ലൊക്കേഷനൊക്കെ കിട്ടിയ മൊസാദ് വർഷങ്ങളായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനിലെത്തി നടത്തിയിരുന്ന ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ചില വീഡിയോ ഒക്കെ വന്നിരുന്നു. അവിടെ ചില കെട്ടിടങ്ങളുടെ അടിയിൽ ഈ ഹമാസൊക്കെ ബങ്കർ ഉണ്ടാക്കുന്ന പോലെ ബങ്കർ ഉണ്ടാക്കി അതിനകത്ത് ആളുകൾ കഴിയുന്നു. അതെല്ലാം അഫ്ഗാനികളായിരുന്നു. അഫ്ഗാനികൾ ഇറാനിലുള്ള IRGCയുടെ ഉൾപ്പെടെയുള്ള നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ കൊടുക്കുന്നു, ആളുകളെ കൊണ്ടുവരുന്നു. ഇപ്പം ഒരുപാട് അഫ്ഗാനികളെ പിടിച്ചു കഴിഞ്ഞിട്ട് നീ ഇന്ന ആളെ എവിടെ കൊണ്ടുപോയി? അത് ഞാനിവിടെ വൈറ്റില മുതൽ കടവന്തറ വരെ കൊണ്ടുപോയി, അത്രയൊക്കെ അറിയുള്ളൂ. അവിടെ ഇറങ്ങിയിട്ട് മൊസാദിൻ്റെ ഏജന്റുമാർ അവിടെ ഉണ്ടായിരുന്നു. കൊണ്ടുപോയ അഫ്ഗാനികളെ പിടിച്ചു. പക്ഷേ ഇപ്പോൾ ഒരാൾ വന്ന് വൈറ്റിലെ എന്തൊരു മൊസാദുകാരൻ കയറിയാൽ അവൻ കടവന്തറ ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി പിടിച്ചിട്ടാണ് പള്ളിമുക്കി പോകുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള അടുത്ത കാറുകാരനെ വിളിക്കുമ്പോൾ അയാൾ പറയും ഞാൻ പള്ളിമുക്ക് വരെ പോയി, അത്രേ അറിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ പലതരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിലൊക്കെ മൊസാദ് ഉപയോഗിച്ചു എന്നുള്ള വിവരം വന്നപ്പോൾ ആരാണ് ചാരനല്ലാത്തത് എന്നുള്ള സംശയം വന്നിട്ട് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ഇറാനെതിരാണ്. ഷിയ സുന്നി വിഷയമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവന്മാരെ ഈ 35,000-40,000 പേർ പിടിച്ച് ജയിലിടാൻ പറ്റുമോ? ഇല്ല, കൊല്ലാനും പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും കൂട്ടത്തോടെ നാട് കടത്തുകയാണ്. അപ്പോൾ 35,000 ആളുകളെ ഇതിനകം നാട് കടത്തി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. വല്ലാത്തൊരു ഇറാന് പേടിയാണ്, ആരെയും പേടിയാണ്. ഇപ്പോൾ ഈ IRGCക്ക് ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് ആണല്ലോ IRGC, അവരുടെ മതസൈന്യം എന്ന് പറയാം. ഇറാൻ ആർമിയെ കൂടാതെ മതകാര്യങ്ങൾ കൂടി നോക്കുന്ന പട്ടാളമാണ്, ഖമനയുടെ നേതൃത്വത്തിലുള്ള പട്ടാളമാണ് ഈ IRGC. IRGCയിലെ അംഗങ്ങൾക്കെല്ലാം മെസ്സേജ് വരുന്നു, അവരിരിക്കുന്നിടത്തൊക്കെ ലഘുലേഖകൾ വരുന്നു. നിങ്ങളുടെ IRGCയുടെ കമാൻഡറിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കണം. അയാളുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ അടുത്ത് നിൽക്കരുത്, ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അയാൾ ഉള്ളിടത്ത് നിങ്ങൾ മാറി നിൽക്കുക, എപ്പോൾ വേണമെങ്കിലും ഒരു സ്ഫോടനം നടക്കാം എന്ന് പറഞ്ഞുള്ള മെസ്സേജുകൾ വരുന്നു. അതായത് ഇപ്പോൾ IRGC ഭടന്മാർക്ക് അവരുടെ കമാൻഡറിൻ്റെ അടുത്ത് പോകാൻ പേടിയാണ്. അവർക്കുള്ളിൽ ആശങ്കയും ഭീതിയും ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ വാർ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. IRGCയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ മാറി നിൽക്കുക. IRGCക്കാരോട് പറയാനാണ് നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക.
എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ ഏത് നിമിഷം കൊല്ലപ്പെടാം. അതിനടുത്ത് നിന്ന് നേതാവിൻ്റെ കൂടെ അല്ലെ സൈനിക ഉദ്യോഗസ്ഥനാണല്ലോ IRGC, അതിൻ്റെ കമാൻഡറുടെ അടുത്ത് നിന്നാൽ നമ്മുടെ കാര്യവും പോക്കാണെന്നുള്ള ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ IRGC ഉദ്യോഗസ്ഥർക്ക് ചെല്ലുന്നു എന്നാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത. അപ്പോൾ ഇങ്ങനെ വന്നാൽ വല്ലാത്തൊരു ആശങ്ക. അപ്പോൾ യുദ്ധം കഴിഞ്ഞു സമാധാനം എന്നൊക്കെ പറഞ്ഞാലും വല്ലാത്ത ഒരു അസ്വസ്ഥത ഇറാനിൽ പടർത്താൻ ഇസ്രയേൽ അവരുടെ അടുത്ത ഒരു മനഃശാസ്ത്രപരമായ ഒരു യുദ്ധതന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.